ദേവീ ശരണം അമ്മേ മംഗല്യേ ശാരദാംബേ. കവിതയിൽ നിറവാം വർണ്ണപുഷ്പങ്ങൾ തെല്ലും മങ്ങിടാതെൻ്റെയുള്ളിൽ വിരിയണമതിനായി കൂപ്പിടാം നിൻ പദാബ്ജം. അംഗങ്ങൾ കാഭചാർത്തും മലരുകൾ നിറയും ശ്രദ്ധരാശോഭയോടെ ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 27-ാമത്തെ അധ്യായം. ഹരിശ്ചന്ദ്രനും ഇന്ദ്രനും തമ്മിലുള്ള സംവാദം നാം അവലോകനം ചെയ്ത് വരുന്നത്. ഹരിശ്ചന്ദ്രൻ്റെ വാക്കുകളെ കേട്ട് ഇന്ദ്രൻ പറയുന്നു: ബഹൂനി പുണ്യപാപാനി തേഷാം ഭിന്നാനി വൈ നൃപാ കഥം സംഘാതഭോജ്യം ത്വം ഭൂപസ്വർഗമഭീപ്സസി. രാജൻ, അവർക്ക് പുണ്യങ്ങളും പാപങ്ങളും ഒട്ടേറെയുണ്ട്, അത് ഭിന്നങ്ങളുമാണ്. അവരോടുകൂടി മാത്രമേ അങ്ങ് സ്വർഗസുഖം അനുഭവിക്കൂ എന്ന് ആഗ്രഹിക്കാൻ എന്താണ് കാരണം എന്ന് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ ഹരിശ്ചന്ദ്രൻ പറയുന്നു: ഹേ ദേവേന്ദ്ര, പ്രജകളുടെ പ്രഭാവം കൊണ്ടാണ് രാജാവ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. മഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതും പല പല കർമ്മങ്ങൾ ചെയ്യുന്നതുമെല്ലാം ആ പ്രജകളുടെ സഹായം കൊണ്ടാണ്, അവരുടെ പ്രഭാവം കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്തിട്ടുള്ളത്. സ്വർഗത്തിലേക്കുള്ള കുതിനിമിത്തം ഞാൻ ആ കരം നൽകുന്നവരെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ സൽക്കർമ്മമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, തപസ്സോ യാഗമോ ജപമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതായിരിക്കട്ടെ. എൻ്റെ കർമ്മത്തിൻ്റെ ഫലം ദീർഘകാലം അനുഭവിക്കാൻ തക്കതായാലും ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതായാലും അത് ആ ജനങ്ങളോടൊപ്പം അനുഭവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനങ്ങ് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കണു. സൂതൻ പറയണു: ഹരിശ്ചന്ദ്രൻ്റെ വാക്കുകളെ കേട്ട ഇന്ദ്രൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനും ധർമ്മദേവനും ഗാധിപുത്രനായിട്ടുള്ള വിശ്വാമിത്രനും പ്രസന്നചിത്തരായി തീർന്നു. അവരെല്ലാവരും കൂടി ചതുർവർണ്ണങ്ങളിൽപ്പെട്ടവരും കോസല നഗരത്തിലേക്ക് ജനങ്ങളോടുകൂടി ചെന്നു. ഹരിശ്ചന്ദ്രൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ദേവേന്ദ്രൻ പറഞ്ഞു: ഹേ ജനങ്ങളെ, വേഗം വരൂ. സുദുർലഭമായിട്ടുള്ള ദേവലോകം ധർമ്മദേവൻ്റെ പ്രസാദത്താൽ നിങ്ങൾക്ക് ഏവർക്കും ലഭ്യമായിരിക്കണു. നഗരവാസികളായ ആ ജനങ്ങളോടെല്ലാം ഹരിശ്ചന്ദ്രൻ, ധർമ്മതൽപരനായിട്ടുള്ള മഹാരാജാവായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ പറഞ്ഞു: ഹേ ജനങ്ങളെ, എല്ലാവരും ഇതാ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന്. ദേവേന്ദ്രൻ്റെയും ഹരിശ്ചന്ദ്രൻ്റെയും വാക്കുകേട്ട് പ്രീതരായവരായിട്ട് സംസാര ജീവിതത്തിൽ വിരക്തി വന്നതുമായിട്ടുള്ള ജനങ്ങൾ ഗൃഹഭാരം പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് സസന്തോഷം സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങി. നല്ല തേജസ്സാർന്ന രൂപം കൈക്കൊണ്ട് ശ്രേഷ്ഠമായ വിമാനത്തിലേറി ആ അവസരത്തിൽ അവരും രാജാവായ ഹരിശ്ചന്ദ്രനും അത്യധികം സന്തുഷ്ടരായി തീർന്നു. മഹാത്മാവായ ഹരിശ്ചന്ദ്രൻ രോഹിതൻ എന്ന പുത്രനെ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ് അഴകാർന്ന അയോധ്യയിലെ രാജാവായി അഭിഷേകം ചെയ്തു. പുത്രനെ അഭിനന്ദിച്ചു, സുഹൃത്തുക്കളെ മാനിച്ചു. പുണ്യ ലഭ്യം, ദേവാദികൾക്ക് പോലും ദുർലഭം ആയ കീർത്തി നേടിയ ആ രാജാവ്
കാമകവും കിങ്ങിണികൾ കൊണ്ട് അലങ്കൃതവുമായ വിമാനത്തിൽ ഇതാ കയറിയിരുന്ന് സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായി. അത് കണ്ടപ്പോൾ മഹാഭാഗനും സകല ശാസ്ത്ര അർത്ഥവേദിയുമായ ദൈത്യാചാര്യൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണല്ലോ ദൈത്യന്മാരുടെ അസുരന്മാരുടെ ആചാര്യൻ. ദൈത്യാചാര്യൻ ഇങ്ങനെ ഒരു മന്ത്രശ്ലോകവും ചെയ്തു എന്ന് പറയുകയാണ്. ആ മന്ത്രം ഇവിടെ പറയുന്നുണ്ട്. ശുക്രൗവാച അഹോ തിദീക്ഷാ മാഹാത്മ്യം അഹോ ദാനഫലം മഹൽ യഥാഗതോ ഹരിശ്ചന്ദ്രോ മഹേന്ദ്രസ്യ സലോകതാം. അഹോ തിദീക്ഷയുടെ മഹാത്മ്യം, ദാനഫലം എത്രയാ വലുത് എന്ന് പറയാൻ കഴിയില്ല. എന്താ കാരണമെന്ന് വെച്ചാൽ ഹരിശ്ചന്ദ്രന് മഹേന്ദ്രനുമായി സാലോക്യം ലഭിച്ചിരിക്കുന്നു. ഇതാണ് തിദീക്ഷയുടെയും ദാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഫലം എന്ന് പറയുകയാണ് ദൈത്യാചാര്യനായിട്ടുള്ള ശുക്രാചാര്യര്. ഇങ്ങനെ ഹരിശ്ചന്ദ്രൻ്റെ കഥയെല്ലാം ഞാൻ ഹേ ശൗനകാദികളെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ദുഃഖ സംതപ്തനായ ആരാണോ ഈ കഥ കേൾക്കുന്നത് അവന് നിത്യസുഖം ലഭിക്കും. സ്വർഗാർത്ഥി പ്രാപ്നുയാൽ സ്വർഗം, സുധാർത്ഥി സുധമാപ്നുയാൽ, ഭാര്യാർത്ഥി പ്രാപ്നുയാൽ ഭാര്യാം, രാജ്യാർത്ഥി രാജ്യമാപ്നുയാൽ. ഈ ഹരിശ്ചന്ദ്ര ചരിതത്തിൻ്റെ ശ്രവണഫലത്തെയാണ്, ശ്രുതിഫലത്തെയാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകത്തിൽ. സ്വർഗം ആഗ്രഹിക്കുന്നവന് സ്വർഗം ലഭിക്കും, പുത്രൻ വേണമെന്നുള്ള ആഗ്രഹമുള്ളവന് പുത്രൻ ലഭിക്കും, ഭാര്യയെ വേണമെന്നാഗ്രഹിക്കുന്നവന് ഭാര്യയെ ലഭിക്കും, രാജ്യം വേണമെന്നാഗ്രഹിക്കുന്നവന് രാജ്യവും ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹരിശ്ചന്ദ്രചരിതം 27-ാമത്തെ അധ്യായത്തോടുകൂടി ഇവിടെ പരിസമാപിക്കുന്നത്. 14-ാമത്തെ അധ്യായം മുതൽ 27-ാമത്തെ അധ്യായം വരെയുള്ള ദീർഘമായിട്ടുള്ള 14 അധ്യായങ്ങളിലൂടെയാണ് ദേവി ഭാഗവതത്തിൽ ഈ ഹരിശ്ചന്ദ്ര ചരിതത്തിനെ അതിദീർഘമായി കൊണ്ടിതാ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യം, ധർമ്മം, നിഷ്ഠ ആരാണോ കൈവിടാതെ കൈപിടിക്കുന്നത്, ആർക്കാണോ തിദീക്ഷ, ദയ മുതലായിട്ടുള്ള ശീലങ്ങളുള്ളത്, ആരാണോ ദാനധർമാദികൾ ചെയ്യുന്നത്, അനുഷ്ഠാനങ്ങളെ തെറ്റാതെ കണ്ട് ചെയ്തു വരുന്നത്, അവർക്ക് ഹരിശ്ചന്ദ്രനെ പോലെ തന്നെ അപ്രാപ്യമായിട്ടുള്ള സ്വർഗം ലഭിക്കുമെന്നുള്ളത് ഇതാ ഇവിടെ ഈ ഹരിശ്ചന്ദ്ര ചരിതത്തിലൂടെ കാണിച്ചു തരണു. വിശ്വാമിത്രൻ ഒരു പരീക്ഷണത്തിലൂടെ ഹരിശ്ചന്ദ്രൻ്റെ ആ സത്യനിഷ്ഠയെ പരീക്ഷിച്ചു. വസിഷ്ഠൻ പറഞ്ഞ വാക്കുകൾ സത്യമാണ് എന്ന് ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നാം അവരുടെ ഒരു വാഗ്വാദത്തിന്, അവർ വെച്ച ഒരു പന്തയത്തിന് ഇത്രയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഹരിശ്ചന്ദ്രനല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ എങ്കിലും സത്യത്തെയും ധർമ്മത്തെയും നിഷ്ഠയെയും മനസ്സിലാക്കി തരാനായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഈ ഹരിശ്ചന്ദ്ര മഹാരാജാവിൻ്റെ, സൂര്യവംശ മഹാരാജാവായ ഹരിശ്ചന്ദ്രൻ്റെ ചരിത്രം വാസ്തവത്തിൽ നാം ഓരോരുത്തരെയും ആ സത്യ കർമ്മ നിഷ്ഠ അതിനെ പിന്തുടരാനായിക്കൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ വ്യാസൻ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സത്യവും ധർമ്മവും നിഷ്ഠകളും തിദീക്ഷ, ദയ മുതലായിട്ടുള്ള ഭാവങ്ങളും എല്ലാം കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഈ കലികാലത്ത് അതിനെ അനുഷ്ഠിക്കുക എന്നുള്ളത് അധികം
കഷ്ടമാണ് എന്ന് തോന്നുന്ന ഈ കലികാലത്ത് ഈ ഹരിശ്ചന്ദ്രൻ്റെ കഥ നമ്മളെയെല്ലാം അതിന് പ്രേരിപ്പിക്കണു. അതിനുള്ള ശക്തിയും ബുദ്ധിയും നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം. ആ പാതകളിലൂടെ അല്പമെങ്കിലും പോകാൻ നമുക്കെല്ലാം ഇന്നത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഹരിശ്ചന്ദ്രനെ പോലെ ഒരു പരമസത്യവാദിയാകാൻ, പരമദാനശീലനാവാനൊന്നും നമുക്ക് ഒരു കാലത്തും കഴിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എങ്കിലും കുറച്ചൊക്കെ ആ ധർമ്മങ്ങളെയും സത്യത്തിനെയും നമുക്ക് കടപിടിച്ചുകൊണ്ട് മുന്നേറാൻ, ജീവിതത്തെ സഫലമാക്കാൻ സാധിക്കും. അതിന് ഈ കഥയും പരാശക്തിയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിശ്ചന്ദ്ര ചരിതത്തോടു കൂടിയിട്ട് ഇന്നത്തെ ഈ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കുന്നു. നാളെ നമുക്ക് അടുത്ത അധ്യായം മുതൽ മുന്നോട്ട് പോകാം. ശ്രീ മഹാദേവ്യൈ നമഃ.